ഇനി ഈ ചോദ്യം നോക്കൂ നിങ്ങൾ. എ എന്ന് പറയുന്ന സെറ്റ് 1 1 2 3 4 5 6 എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിട്ട് എയിൽ നിന്ന് എയിലേക്ക് ഡിഫൈൻ ചെയ്ത റിലേഷനാണ്. ആ റിലേഷൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ റിലേഷൻ്റെ എന്ത് ഫോം ചെയ്യണം? നമുക്ക് ആരോ ഡയഗ്രം ഉണ്ടാക്കാം. ആരോ ഡയഗ്രം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഈ തന്ന റിലേഷൻ നമുക്കൊരു സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എഴുതാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലൊരു നീക്കാണ്. എങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എഴുതുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത്രയേ ഉള്ളൂ. ഇതാണ് എയിലെ ഓരോ എലമെൻറ്റും കറസ്പോണ്ടിങ് ആയിട്ട് വൈ എലമെൻറ്റ്. അപ്പോൾ എക്സിന് ആദ്യം ഇവിടെ എന്ത് കൊടുക്കുക? എക്സിൻ്റെ അടുത്ത് 1 കൊടുക്കുക. അപ്പോൾ വൈ എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഓർഡേഡ് പെയർ, റിലേഷൻ്റെ ഫസ്റ്റ് ഓർഡേഡ് പെയർ എക്സിന് 1 കൊടുക്കുമ്പോൾ വൈ വാല്യൂ കിട്ടും. ശ്രദ്ധിക്കണേ, ഈ പറയുന്ന റിലേഷൻ എയിൽ നിന്ന് എയിലേക്ക് ആയതുകൊണ്ട്, ഈ പറഞ്ഞ റിലേഷൻ എയിൽ നിന്ന് എയിലേക്ക് ആയതുകൊണ്ട് ഈ ഫസ്റ്റ് എലമെൻറ്റ് എവിടുത്തെ എലമെൻ്റ് ആവണം? എയിലെ. സെക്കൻഡ് എലമെൻറ്റ് എയിലെ എലമെൻ്റ് ആവണം. ഉണ്ടാ എന്ന് സെറ്റ് എന്നാണ് ഈ സെറ്റിലെ എലമെൻറ്റ്സ് ആവണം. അപ്പോൾ ഒരു എക്സിന് വാല്യൂ കൊടുക്കുമ്പോൾ സെക്കൻഡ് എലമെൻറ്റ് ഏത് എലമെൻ്റ് അല്ലെങ്കിൽ ആ എലമെൻറ്റ് നമുക്ക് എടുക്കാൻ പാടില്ല. ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ ഓർഡർ പേ എടുത്ത് നോക്കുന്നത് 2 എടുക്കുന്നു എക്സിന്. അപ്പോൾ 2ൻ്റെ കൂടെ 2 + 1 നമുക്ക് 3 കിട്ടും. 3 എയിലുണ്ടല്ലോ? ഉണ്ട്. ഇനി 3 കൊടുക്കുന്നു. അപ്പോൾ 4 എയിലുണ്ടോ? ഉണ്ട്. ഞാൻ 4 കൊടുക്കുന്നു. 4 കൊടുക്കുമ്പോൾ y 5 എയിലുണ്ട് അല്ലേ? ഇനി ഞാൻ 5 കൊടുക്കുന്നു. 5 കൊടുക്കുന്ന സമയത്ത് 6 കിട്ടും. എയിലുണ്ടല്ലോ? ഉണ്ട്. ഇനി 6 കൊടുക്കുന്നു. 6 കൊടുക്കുന്ന സമയത്ത് y 7 കിട്ടും അല്ലേ? ആ 7 എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇത് നമുക്ക് എഴുതാൻ പറ്റില്ല. കാരണം 7 എവിടെ ഇല്ല? നമുക്ക് എയിലില്ല. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കണം. അതാ പറഞ്ഞത്, അങ്ങനെ എഴുതി പോരുത്, ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് ചെയ്യാൻ. ഓക്കെ. അപ്പോൾ ഇത്രയും എലമെൻറ്റ്സ് മാത്രമേ നമുക്ക് എന്തുള്ളൂ? ഈ പറയുന്ന റിലേഷൻ്റെ ആൾക്കാരുള്ളൂ. അപ്പോൾ ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വളരെ രസകരമായിട്ട് അതിൻ്റെ ആരോ ഡയഗ്രം വരയ്ക്കാം. അപ്പോൾ ആദ്യം എ എന്നുള്ള സെറ്റിനെ നമുക്കൊരു സർക്കിളോ അല്ലെങ്കിൽ എലിപ്സായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. വലിപ്പം കൂടുന്നതനുസരിച്ച് നമുക്ക് എലിപ്സിൻ്റെ ഫോം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റ് ഇതാണ്. എയിൽ നിന്ന് എയിലേക്കാണ്, കുഴപ്പമൊന്നുമില്ല. എയിൽ നിന്ന് എയിലേക്ക് ഞാൻ ആരോ വരച്ചു. അപ്പോൾ റിലേഷൻ ആറിൻ്റെ പേര് കൊടുത്തു. ഇത് നമുക്ക് എലമെൻറ്റ്സ് എഴുതി വെക്കാം. 1 2 3 4 5 6 എയിൽ എഴുതി വെക്കാം. അതേപോലെ 1 2 3 4 5 6 ഞാൻ അതേപോലെ വീണ്ടും എയിൽ എഴുതി വെച്ചു. ഇനി ഞാൻ ആരോ കളിക്കുകയാണ്. ഫസ്റ്റ് ആരോ 1 to 2. So there's an arrow from 1 to 2. ഇതാണ് ഫസ്റ്റ് ആരോ ഫ്രം 1 to 2. ഞാനുള്ളത് 2 to 3. അപ്പോൾ 2ൽ നിന്ന് 3ലേക്ക് എന്ത് വരയ്ക്കുക? വീണ്ടും ഒരു ആരോ വരയ്ക്കുക. ജസ്റ്റ് പുട്ട് ആൻ ആരോ ദർ. ഓക്കെ. 2 to 3. ഞാനുള്ളത് 3 to 4. അപ്പോൾ 3ൽ നിന്ന് 4ലേക്ക് ഒരു ആരോ വരയ്ക്കുന്നു. സോ 3 to 4 there's an arrow. ഇനി 1 to 2, 2 to 3. ജസ്റ്റ് 1 to 2, 2 to 3. അത് ചെറിയൊരു കൺഫ്യൂഷൻ മീൻസ് അത്രയൊന്നുമല്ല. ഇത് വരച്ച് വരുന്ന സമയത്തുണ്ടായ ഒരു ചെറിയ സാധനം ഒന്ന് കറക്റ്റ് ചെയ്ത് തരാം. ഓക്കെ. അപ്പോൾ 2ൽ നിന്ന് 3ലേക്ക് ആരോ അങ്ങോട്ട് കാണുന്നില്ല, അതുകൊണ്ടാണ്. 2ൽ നിന്ന് 3ലേക്ക്, 3ൽ നിന്ന് നമുക്ക് 4ലേക്ക്. അപ്പോൾ ഈ ആരോ വേണ്ട 3ൽ നിന്ന് 4ലേക്കാണ്. 3 to 4. ദിസ് എൻ ആരോ ഫ്രം 3 to 4. ആരോ ഫ്രം 3 to 4. ഓക്കെ. 3ൽ നിന്ന് 4ലേക്ക് ആരോ. അതുപോലെ 4ൽ നിന്ന് 5ലേക്ക് ആരോ വരയ്ക്കുക. ഇപ്പോൾ 6 നമുക്ക് ആരോസ് ഇല്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ തന്നിരിക്കുന്നതിൻ്റെ ആരോ ഡയഗ്രം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഡൊമൈൻ കാണാൻ പറയും. ഈസി അല്ലേ? ഇങ്ങനെ ഡൊമൈൻ കാണാം. എന്താ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെൻറ്റ് സെറ്റാണെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞ ആൾക്കാരെ സെറ്റായിട്ട് എഴുതി വെച്ചാൽ എന്തായി മാറി? ഡൊമൈനായിട്ട് മാറി ഇല്ലേ? ആരൊക്കെ ഉള്ളത്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഡൊമൈൻ ഓഫ് ദി റിലേഷൻ. ഓക്കെ. അപ്പോൾ ചോദ്യങ്ങൾ ചെയ്യണം കേട്ടോ. ചോദ്യങ്ങൾ ചെയ്താലേ നമുക്ക് കാര്യമുള്ളൂ. തിയറി മിനിമൽ അണ്ടർസ്റ്റാൻഡിങ് ആദ്യം മനസ്സിലാക്കുക. ചോദ്യങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അത് ചോദ്യം നോക്കുന്നത് ഇത് വീണ്ടും ഈസി ക്വസ്റ്റ്യനാണ്. എയും ബിയും. അപ്പോൾ സാധാരണ നമ്പേഴ്സിന് പകരം ഇവിടെ തന്നിരിക്കുന്നത് ലെറ്റേഴ്സാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ലെറ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് എ ക്രോസ് ബി കാണാൻ എളുപ്പമാണ്. വേറെ ഒന്നുമില്ല. ആദ്യത്തെ ഓർഡേഡ് പെയർ കിട്ടുക. എനെ ഈ പറയുന്ന എയിൽ ഓരോ ആൾക്കാരായിട്ട് നമ്മൾ പെയർ ചെയ്ത് കൊണ്ടുപോകുന്നു. അപ്പോൾ ഫസ്റ്റ് പെയർ കിട്ടുക എ കോമ എക്സ് ഓർഡേഡ് പെയർ. രണ്ടാമത്തെ ഓർഡേഡ് പെയർ എ കോമ വൈ. ഇനി ബി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ബി കോമ എക്സ് ഓർഡേഡ് പെയർ ആൻഡ് ബി കോമ വൈ ദ സെക്കൻഡ് ഓർഡേഡ് പെയർ. ഇനി സി ആയിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഓർഡേഡ് പെയർ സി കോമ എക്സ് ആൻഡ് ഓർഡേഡ് പെയർ സി കോമ വൈ. സോ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ. ഇനി ഇതും നല്ലൊരു ക്വസ്റ്റ്യനാണ്. നോക്കിയോളാം. ക്വസ്റ്റ്യൻ ഒന്ന് ആദ്യം മനസ്സിലാക്കാം. ഇത് റിയൽ ഫംഗ്ഷനാണ്. ഇതാണ് ഫംഗ്ഷൻ്റെ ഗ്രാഫും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഗ്രാഫിൽ ക്ലിയർ അല്ലെങ്കിൽ ഒന്ന് നന്നായിട്ട് സൂം ചെയ്ത് നോക്കണേ. ഇതൊരു വി ഷേപ്പ് ഗ്രാഫ് കറക്റ്റ് മനസ്സിലാവുന്നത് മോഡെക്സിൻ്റെ ഉണ്ടാക്കിയ റേസ് ചെയ്താണ് 1ലേക്കാണ് ഷിഫ്റ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ മോഡെക്സിനെ അപ്പോൾ നേരത്തെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മോഡെക്സിനെ 1ലേക്ക് കയറ്റി വെച്ചാൽ ആക്ച്വലി ഇത് ഏത് ഫംഗ്ഷൻ്റെ ഗ്രാഫാണെന്ന് പറയാൻ പറ്റുമോ? ആരായിരുന്നു അത്?
മോഡ് എക്സിനെ 1ലേക്ക് കയറ്റി വെച്ചാൽ ആ ഗ്രാഫ് പറയാൻ മോഡ് എക്സ് പ്ലസ് 1 ആണ്. അപ്പോൾ ആക്ച്വലി ഇത് ആരുടെ ഗ്രാഫാണ്? മോഡ് എക്സ് പ്ലസ് 1ൻ്റെ ഗ്രാഫാണ്. ഓക്കെ, അപ്പോൾ ചോദ്യം ഇതിലുണ്ട്. ആരുടെ ഗ്രാഫാന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടോ? ഐഡൻറ്റിഫൈ ദ ഫംഗ്ഷൻ ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ആക്ച്വൽ ആൻസർ, ആ ചോദ്യത്തിൻ്റെ ആൻസർ ഇവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇതാണ് എൻ്റെ ആൻസർ വരിക, സി ആണ്, മോഡ് എക്സ് പ്ലസ് 1. ഇതാണ് നമുക്ക് അതിൻ്റെ ആൻസറായിട്ട് വരിക, അല്ലേ? കറക്റ്റ് അല്ലേ? ഇനി ഇവിടെ നടക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും നമുക്കൊന്ന് ഉത്തരം കണ്ടെത്താൻ നോക്കാം. ഒന്ന്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എഫ് ഓഫ് 2. ഇനിയിപ്പോൾ ഒന്നും കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. എ എന്നുള്ള ചോദ്യത്തിന് എഫ് ഓഫ് 2ൻ്റെ വാല്യൂ എത്രയെന്നാണ് ചോദിച്ചത്. എഫ് ഓഫ് 2 അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഓൾറെഡി നമ്മളിവിടെ മോഡ് എക്സ് ഇവിടെ കൊടുത്തുകൊണ്ട് ഈ എക്സിൻ്റെ വാല്യൂ കറക്റ്റ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് 2 3 കിട്ടും. അല്ലെങ്കിൽ ഈ ഗ്രാഫിലൂടെ നോക്കേണ്ട 3 ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കി മുകളിൽ കൊണ്ടുപോയ ശേഷം നേരെ കറസ്പോണ്ടിങ് ആയിട്ട് വൈയിൽ എവിടെ മുട്ടും നോക്കുക. അത് എവിടെ മുട്ടുന്നത്? 3യിലാണ് മുട്ടുന്നത്, അല്ലേ? അപ്പോൾ എഫ് ഓഫ് 2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. റൈറ്റ് ദ റേഞ്ച് ഓഫ് എഫ് ഓഫ് എക്സ്. ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് എന്താണെന്നുള്ള അടുത്ത ചോദ്യമാണ്. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും. ഞാനത് ഒരു ഷോർട്ട് കട്ട് ടെക്നിക്ക് കൂടി പറഞ്ഞുതരാം, നോക്കിയുള്ള. റേഞ്ച് എന്ന് പറഞ്ഞാൽ വൈൻ്റെ വാല്യൂ ആണ്, അല്ലേ? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ ഇതാണ് വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ നെഗറ്റീവ് വൈയിൽ നിന്ന് പോസിറ്റീവ് വൈയിലേക്ക്, എന്ന് വെച്ചാൽ മൈനസ് ഇൻഫിനിറ്റിയിൽ നിന്ന് പ്ലസ് ഇൻഫിനിറ്റിയിലേക്ക് നിങ്ങൾ ഇങ്ങനെ ട്രാവൽ ചെയ്യാമെന്ന് വിചാരിക്കുക. ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് സൈഡ് നോക്കണേ. അപ്പോൾ ഇതിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സൈഡിൽ ഗ്രാഫ് കാണുകയാണെങ്കിൽ അത് റേഞ്ചിൽ ഉൾപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്ത് എവിടെ എത്തി? ഇവിടെ എത്തി. പോയിൻ്റ് ആരാണ്? 1 ആണ്. 1ന് ശേഷം ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ലെഫ്റ്റിലോ അല്ലെങ്കിൽ റൈറ്റിലോ നോക്കുന്ന സമയത്ത് ഗ്രാഫ് കാണുന്നുണ്ട് നോക്കുക. ഇവിടെ രണ്ട് സമയത്തും ഗ്രാഫ് കാണുന്നുണ്ട്. ഏതെങ്കിലും ഒരു സൈഡ് കണ്ടാലും മതി. അങ്ങനെയാണെങ്കിൽ ഇത് മൊത്തം ഏത് വരെ പോകുന്നുണ്ട്? ഇൻഫിനിറ്റി വരെ പോവുകയാണെങ്കിൽ ഏത് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 1 മുതൽ ഇൻഫിനിറ്റി വരെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 1 എന്നാണല്ലോ കാണുന്നത്. 1 മുതൽ ഇൻഫിനിറ്റി വരെയാണ് ഈ ഫംഗ്ഷൻ എന്ത് പറയുക? നമുക്ക് റേഞ്ചും നമുക്ക് പറയാം. ഐഡിയ കിട്ടിയല്ലോ? എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കുക. അപ്പോൾ നേരെ എവിടെ നിന്ന് തുടങ്ങണം? ഈ നെഗറ്റീവ് ഇൻഫിനിറ്റി, നെഗറ്റീവ് വൈ ആക്സ് നോക്കിയിട്ട് ഇപ്പുറം നോക്കുക. അപ്പോൾ എവിടെയെങ്കിലും ഗ്രാഫ് ഉണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ അത് വെച്ച് കൗണ്ട് ചെയ്യണം കേട്ടോ. ആ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻ്റ് വെച്ച് കൗണ്ട് ചെയ്യണം. എന്നിട്ട് പക്ഷേ ഈ ഗ്രാഫ് എവിടെ നിന്നാണ് കൗണ്ട് ചെയ്ത് നോക്കുക? കറക്റ്റ് 1 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ പോകുന്ന സമയത്ത്, മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് എൻ്റെ എന്ത് കാണുന്നുണ്ട്? ഗ്രാഫ് കാണുന്നുണ്ട്. ഏത് വരെ? ഇൻഫിനിറ്റി സൈഡ് വരെ പോകുന്ന സമയത്ത് ഗ്രാഫ് കാണുന്നുള്ളതുകൊണ്ട് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 ഇൻഫിനിറ്റി ആയിരിക്കും. കിട്ടിയല്ലോ? അപ്പോൾ അതുപോലെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തു. സി ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചു. അപ്പോൾ നമ്മൾ ചെയ്ത ഒരു ക്വസ്റ്റ്യനാണ് സി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അത് ആരുടെ ഗ്രാഫാണ്? മോഡ് എക്സ് പ്ലസ് 1ൻ്റെ ഗ്രാഫാണ് ഇപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതാണ് ഫംഗ്ഷൻ റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യനാണ് ഈ പറഞ്ഞ സാധനം. അപ്പോൾ ലെഫ്റ്റിൽ ഉണ്ടോ? ലെഫ്റ്റ് സൈഡിൽ ഫംഗ്ഷൻ്റെ ഗ്രാഫ് വന്നു. റൈറ്റ് സൈഡിൽ ഏതാണ് ഫംഗ്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഇത് ആൻസർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെറിയ കുട്ടികളെ മാതിരി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തന്നെ വരച്ചുകൊണ്ട് കളിക്കരുത്. ഉണ്ടല്ലോ, 1 ഇങ്ങോട്ടേക്ക് വരയ്ക്കുക, 2 ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. ഇവിടെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ വരച്ച് കളിക്കരുത്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ കൊടുക്കാൻ പറ്റും. വളരെ എളുപ്പമാണ്. എ എന്ന് പറയുന്ന നമ്പർ ആരോ ഇടുക. എന്നിട്ട് ഇത് ആരുടെ ഗ്രാഫാണ്? ഇതാരുടെ ഗ്രാഫ്? ആക്ച്വലി ഇതാരുടെ ഗ്രാഫാണ്? എക്സ് ക്യൂബിൻ്റെ ഗ്രാഫാണ്. അപ്പോൾ ഈ കൂട്ടത്തിൽ എക്സ് ക്യൂബ് ആരെന്ന് നോക്കുക. എവിടെ എക്സ് ക്യൂബ് ഉള്ളത്? കണ്ട, എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്താണ്. അപ്പോൾ എ ആരായിട്ട് കമ്പയർ ചെയ്യേണ്ടത്? മീൻസ് എനെ മാച്ച് ചെയ്യുന്നത് 2ആയിട്ടാണ്. ഇത് എഴുതി വെച്ചാൽ മതി. അതേപോലെ ബി, ഇത് രണ്ടാമത്തെ ബി ആണ്, അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കുക, ബിനെ നിങ്ങൾ ആരായിട്ട് മാച്ച് ചെയ്യുന്നു? ഇത് ഏത് ഫംഗ്ഷൻ്റെ ഗ്രാഫാണെന്ന് ഓർമ്മയുണ്ടോ? സിഗ്നം ഫംഗ്ഷനാണ്, അല്ലേ? ഇതിലേതാ സിഗ്നം ഫംഗ്ഷൻ? ഈ പറഞ്ഞ സാധനമാണ് ഇതിൽ എന്ത് പറയുന്നത്? സിഗ്നം ഫംഗ്ഷൻ വരുന്നത്. അപ്പോൾ ബി ആരായിട്ടാണ് മാച്ച് ചെയ്യേണ്ടത്? 4ാമത്തെ ആളായിട്ടാണ് ബി മാച്ച് ചെയ്യുന്നത്. ഓക്കെ, ഇനി സിയിലേക്ക് പോകുന്നു. സി ആരാ നോക്കുക? നിങ്ങൾ കണ്ട, എ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ. സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ എന്ന് പറഞ്ഞാൽ എക്സ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഗ്രാഫാണ്. അപ്പോൾ ഇതിൽ ആരാളുള്ളത്? 3ാമത്തെ ആളാണുള്ളത്. അപ്പോൾ സി എന്ന് പറയുന്ന ആര് തന്നെയാണ്? 3 തന്നെയാണ്. 3 തന്നെ കൊടുക്കാം. ഇനി ലാസ്റ്റ് 1 ഡി ഉണ്ട്. ഓക്കെ, ഡി ഗ്രാഫ്. അപ്പോൾ ഡി നോക്കിയാൽ മനസ്സിലാക്കും. ഗ്രാഫിനെ ഒന്ന് തിരിയണം കേട്ടോ. ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഇത് 1/xൻ്റെ ഗ്രാഫാണ്. 1/xൻ്റെ ഗ്രാഫാണ് ഇങ്ങനെ വരും. അപ്പോൾ ഈ കൂട്ടത്തിൽ 1/x എവിടെയുള്ളൂ നോക്കാം. 1/x എന്താ ഉള്ളത്? 1 ആണുള്ളത്. സോ ഈ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഓരോന്നിലും ഓരോ മാർക്കിനാണ് വരിക. അപ്പോൾ ഗ്രാഫുകൾ വെച്ചിട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഇങ്ങനെയും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊന്നും കാണാതെ പോകരുത്. മിനിമം അത് ഞാൻ പറഞ്ഞ തിയറികൾ കേൾക്കുക. എന്നിട്ട് ഈ പ്രോബ്ലത്തിലൂടെയും നിങ്ങൾ ഓരോരുത്തരും കടന്നു പോകാം. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം. ഈ എഫ് ഈസ് എ സിഗ്നം ഫംഗ്ഷൻ ആണെങ്കിൽ കൺസിഡർ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് 100ൻ്റെ വാല്യൂ കാണാൻ പറ്റും. എഫ് ഓഫ് 100ൻ്റെ വാല്യൂ. അപ്പോൾ ആദ്യം നിങ്ങൾ സിഗ്നം ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യണം. സിഗ്നം ഫംഗ്ഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്താൽ നമുക്ക് ഈ പറഞ്ഞ പരിപാടികൾ നടക്കുകയുള്ളൂ. നേരത്തെ പറഞ്ഞു എന്താ എഫ് ഓഫ് എക്സ് സിഗ്നം ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട്
1 0 -1 ഇതല്ലേ സിഗ്നം ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എപ്പോഴാണ് 1 കിട്ടുക? ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0. എപ്പോഴാണ് നമുക്ക് 0 കിട്ടുക? ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. എപ്പോഴാണ് നമ്മൾ -1 കിട്ടുക? ഇഫ് എക്സ് ലെസ് ദാൻ 0. നെഗറ്റീവാണ്. അത് നമ്മൾ ചോദ്യം എഫ് ഓഫ് 100ൻ്റെ വാല്യൂ എന്താണെന്നാണ് ചോദ്യം അല്ലേ? എഫ് ഓഫ് 100. അപ്പോൾ നോക്കാനുള്ളത് എഫ് ഓഫ് 100. ഈ എക്സ് എന്ന് പറയുന്നത് 3 കാറ്റഗറിയാണ്: പോസിറ്റീവ്, നെഗറ്റീവ്, 0. ഈ എക്സ് ഏത് കാറ്റഗറിയാണ്? എഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 പോസിറ്റീവ് കാറ്റഗറിയാണ്. ഏത് പോസിറ്റീവ് കാറ്റഗറി വന്നാലും അതിൻ്റെ വാല്യൂ എന്താ കിട്ടുക? 1 ആണ് കിട്ടുക. അല്ലെങ്കിൽ എക്സ് ഉണ്ടെങ്കിൽ ആ വാല്യൂ എക്സിന് കൊടുക്കണം എന്നാണ്. പക്ഷേ ഇവിടെ ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ആയതുകൊണ്ട് നമുക്ക് എന്തിൻ്റെ കാര്യമില്ല, കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൻ്റെ ആൻസർ നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് 100 എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്? 1 തന്നെയാണ്. ഈസി ക്വസ്റ്റ്യൻ ആണല്ലോ. ഇനി വേണം, ഇതും നല്ലൊരു ക്വസ്റ്റ്യനാണ്. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കാം. ഒരു ഫംഗ്ഷൻ തന്നു കണ്ടോ. ഫംഗ്ഷൻ്റെ ഏത് ഫോമാണ് അത്? ഈ തന്നിരിക്കുന്നത് ഫംഗ്ഷൻ്റെ ഏത് ഫോമാണ്? റോസ്റ്റർ ഫോമാണ്. സെഡിൽ നിന്ന് സെഡിലേക്കുള്ളൊരു ഫംഗ്ഷൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു. ആ ഫംഗ്ഷൻ അതിൻ്റെ എക്സും വൈയും തമ്മിലുള്ള ഒരു റിലേഷനാണിത് കണ്ടോ. എക്സ് എ എക്സ് പ്ലസ് ബി കണ്ടോ. എഫ് ഓഫ് എക്സ് എ എക്സ് പ്ലസ് ബി എന്ന റിലേഷനിലാണ് ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എയും ബിയും വാല്യൂ കാണണം. ഓക്കെ, അപ്പോൾ ഇത് എക്സ് കൊടുക്കുമ്പോൾ എക്സിന് 1 കൊടുക്കുമ്പോൾ വൈ 1 കിട്ടുന്ന ഇക്വേഷനാണ്. ആ ഇക്വേഷനിൽ എക്കും ബിക്കും ഒരു വാല്യൂ ഉണ്ടെങ്കിലാണല്ലോ എക്സിന് 1 കൊടുക്കുമ്പോൾ വൈക്ക് 1 വരിക. അപ്പോൾ എയും ബിയും ഈ പറയുന്ന ഫംഗ്ഷൻ തന്നു കഴിഞ്ഞു. ഫംഗ്ഷന് എക്സും വൈ കണക്ട് ചെയ്ത റിലേഷനാണ്, അതാണ് ആ തന്നിരിക്കുന്ന സാധനം. അങ്ങനെയാണെങ്കിൽ എൻ്റെയും ബിൻ്റെയും വാല്യൂ കാണാൻ പറഞ്ഞു. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ വളരെ സിമ്പിളായിട്ട് ആലോചിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ്. ഫംഗ്ഷൻ തന്ന ഇക്വേഷൻ ഇങ്ങനെയാണ്: എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ഇതിൻ്റെ മീനിങ് ആലോചിച്ച് നോക്കുക. ഈ തന്നിരിക്കുന്ന എക്സിന് 1 കൊടുക്കുന്ന സമയത്ത്, അപ്പോൾ ഇവിടെ എക്സിന് 1 കൊടുക്കണം. എഫ് ഓഫ് 1ൻ്റെ വാല്യൂ, അപ്പോൾ 1 ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 1 പ്ലസ് ബി. ഇതാണ് മീൻ ചെയ്യുന്നത്. ഈ 1 ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? എക്സിന് ഇവിടെ 1 കൊടുക്കുമ്പോൾ നമുക്കത് എഫ് ഓഫ് 1 കിട്ടും. സോ എഫ് ഓഫ് 1 ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 1 പ്ലസ് ബി. ഈ എഫ് ഓഫ് 1ൻ്റെ വാല്യൂ എത്ര? 1 ആണ്. സോ 1 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? എ പ്ലസ് ബി. കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് 2 ഈസ് ഈക്വൽ ടു 3 ആണെങ്കിൽ നമുക്ക് നേരത്തെ പോലെ തന്നെയാണ്. ഈ എക്സിന് 2 കൊടുക്കുമ്പോൾ എഫ് ഓഫ് 2 ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 2 പ്ലസ് ബി എന്നാണ്. എഫ് ഓഫ് 2ൻ്റെ വാല്യൂ എത്ര കിട്ടുന്നത്? 2 ആണ്. സോ 3 ആണ്. അപ്പോൾ 3 ഈസ് ഈക്വൽ ടു 2a പ്ലസ് ബി. ഇതാണ് മീൻ ചെയ്യുന്നത്. നമുക്ക് എന്താ ആവശ്യമുള്ളത്? എൻ്റെയും ബിൻ്റെയും വാല്യൂ ആണ്. അപ്പോൾ അത് കിട്ടാൻ എളുപ്പം നമുക്ക് ഇതിലുള്ള ഏതെങ്കിലും 2 ഓർഡേഡ് പേഴ്സ് എടുത്തതിന് ശേഷം എയിലും ബിയിലും ഒരു ഇക്വേഷൻ കിട്ടും. അതിൽ നിന്ന് പെട്ടെന്ന് എന്ത് കണ്ടുപിടിക്കാം? നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റവും സിമ്പിളായി കണ്ടുപിടിക്കാൻ പറ്റുന്ന ഏരിയയാണ് നോക്കുക. ഇതിൽ ആർക്കെങ്കിലും 0 കൊടുത്തിട്ടുണ്ടോ നോക്കുക. ഉണ്ട് കണ്ടോ. എക്സിന് 0 കൊടുക്കുമ്പോൾ വൈക്ക് എന്താണ്? -1 എന്ന് പറഞ്ഞാൽ ഇത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് 1ൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതെടുക്കുന്നു, ഏതും എടുക്കട്ടെ, ഇഷ്ടമുള്ളത് എടുക്കാം. പക്ഷേ ഇത് എടുക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിലെടുക്കും. ഇത് എഫിലെ എലമെൻ്റ് ആണല്ലോ. ദാറ്റ് മീൻസ് അതിൻ്റെ മീനിങ് എഫ് ഓഫ് 0 ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 0 പ്ലസ് ബി എന്നാണ് അല്ലേ. എഫ് ഓഫ് 0ൻ്റെ വാല്യൂ എന്താണ്? -1 ആണ്. അപ്പോൾ ബി ഈസ് ഈക്വൽ എന്ത് കിട്ടും? ഒറ്റയടിക്ക് ബീൻ്റെ വാല്യൂ കിട്ടി. കണ്ടല്ലോ. ഈ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഓർഡർ പെയർ എടുത്തു കഴിഞ്ഞാലും നമുക്ക് അടുത്ത് ചെയ്യാൻ പറ്റും. ഓൾസോ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് എടുക്കാൻ നമുക്ക് 1,1 എന്ന് പറയുന്നത് ഫംഗ്ഷൻ്റെ എലമെൻ്റ് ആണ്. ശരിയാണല്ലോ. എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 1 ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 1 പ്ലസ് ബി എന്നാണ്. എഫ് ഓഫ് 1ൻ്റെ വാല്യൂ എന്താ? 1 ഈസ് ഈക്വൽ ടു എന്താ കിട്ടുന്നത്? എ പ്ലസ് ബി. ഓൾറെഡി നമുക്ക് ബീൻ്റെ വാല്യൂ -1 അവിടെ ഉണ്ടല്ലോ. സോ 1 ഈസ് ഈക്വൽ ടു എ പ്ലസ് ബീൻ്റെ വാല്യൂ എന്താണ്? -1. അങ്ങനെയാണെങ്കിൽ നമ്മൾ എൻ്റെ വാല്യൂ എന്ത് കിട്ടും? 1 + 1 എന്താ കിട്ടുക? നമുക്ക് 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമുക്ക് എന്തായി? എൻ്റെയും ബീൻ്റെ വാല്യൂ എന്ത് ചെയ്തു? നമ്മൾ അവിടെ ഡിറ്റർമിൻ ചെയ്ത് വെച്ചു. പ്രോബ്ലം ഒക്കെ ആണല്ലോ. അപ്പോൾ ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും പോസ് ചെയ്തിട്ട് വേണം മുന്നോട്ടേക്ക് പോകാൻ. ഓക്കെ.